സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. നന്ദു അടുക്കളയിലേക്ക് വന്നപ്പോൾ അവിടെ ആരുമില്ല. തുറന്നു കിടന്ന പിൻവശത്തെ വാതിലിലൂടെ അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. നീണ്ടു നിവർന്ന് കിടക്കുന്ന വീടിനോട് ചേർന്നുള്ള സ്റ്റെപ്പിൽ ഇരിക്കുന്നുണ്ട് സേതുമ്മ. ആ ഇരിപ്പ് കണ്ടതും നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വന്നു കയറി അന്ന് തൊട്ട് മോളെ പോലെ കയറ്റി ചേർത്ത് പിടിച്ചതാണ്. സേതുമ്മ എന്ന് വിളിക്കുമ്പോൾ ഒരു അമ്മയുടെ സ്നേഹം തിരികെ കൊടുക്കാറുമുണ്ട്. നന്ദുവിൻ്റെ കണ്ണുകൾ ഒഴുകിയിറങ്ങി. സേതുമ്മേ. ഒരു കരച്ചിലോട് അവരെ ചുറ്റിപ്പിടിച്ച് അവർക്ക് അടുത്തേക്കിരുന്നു. അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. തലകുനിച്ചുള്ള ആ നിൽപ്പ്, കണ്ണിൽ വെള്ളം നിറച്ച് ദേഹത്തിനെ നോക്കിയ നോട്ടം, അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു. പെട്ടെന്ന് നന്ദു വന്ന് ചേർത്ത് പിടിച്ചതും സേതുമ്മ ഒന്ന് ഞെട്ടി. നന്ദു വാണെന്ന് കണ്ടതും ആ ചുണ്ടിലൊരു ചിരി വിടുന്നു. ഇതുപോലൊരു വരവ് പ്രതീക്ഷിച്ചതാണ്. ഹേയ് നന്ദുട്ടി, കരയുവാ നീ? സേതുമ്മ ഒരു ചിരിയോടെ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു. ഒപ്പം വലത്തെ കൈ ഉയർത്തി അവളെ സേതുമ്മയുടെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു. സോറി സേതുമ്മേ, ഞാൻ അങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ കിടന്നുകൊണ്ട് തേങ്ങിക്കൊണ്ട് അവൾ പറയുമ്പോൾ സേതുമ്മ ഒന്ന് ചിരിച്ചു. അതെനിക്കോ അറിയില്ലേ, എൻ്റെ മോൾ അവരൊക്കെ എന്താ എങ്ങനെയാണെന്നൊക്കെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നിന്നതല്ലേ അല്ലേ? അതിനവളൊന്ന് മൂളുക മാത്രം ചെയ്തു. അല്ലാതെ ഒന്നും പറയാൻ അവൾക്ക് വയ്യ. പക്ഷെ അത് നീ കരുതിയ പോലെ നടന്നില്ല. എല്ലാം കയ്യിൽ നിന്ന് പോയി. അല്ലെങ്കിൽ അവർക്കെതിരെ തിരിയുമ്പോൾ നോക്കണം. പണ്ട് ഞാനും ലച്ചു ഒത്തിരി നോക്കിയിട്ടുണ്ട്. അവസാനം ഞാൻ നിന്നതുപോലെ എൻ്റെ ലച്ചു നിൽക്കും. പിന്നെ ഞങ്ങൾ അതിന് നിൽക്കാതെയായി. ഞങ്ങളുടെ കാര്യം മാത്രം നോക്കി പോകും. സേതുമ്മ പറയുമ്പോൾ നന്ദവരുടെ നെഞ്ചിൽ നിന്ന് മടന്നു മാറി അവർ നോക്കി. എന്ത് കാര്യം പറയുമ്പോഴും ലച്ചുണ്ടാകും. പണ്ടത്തെ ഓരോരോ ഓർമ്മകളും ലച്ചുവിനാൽ ചുറ്റപ്പെട്ടതാണ്. എന്തൊക്കെയോ ചോദിക്കണമെന്ന് അവൾക്ക് തോന്നി. പക്ഷെ ചോദിച്ചില്ല. അതൊക്കെ കേൾക്കേണ്ടത് അവൻ്റെ നാവിൽ നിന്നാണെന്ന് അവൾ തീരുമാനിച്ചുറപ്പിച്ചതാണ്. നന്ദു. സേതുമ്മയുടെ ശബ്ദം കേട്ടതും അവൾ ചിന്തകൾ നിർത്തി സേതുമ്മയെ നോക്കി. അവളെ നോക്കിയിരിക്കുവാണ്. എൻ്റെ കുട്ടി ഇതുപോലെ മുന്നും പിന്നും നോക്കാതെ ഓരോന്ന് എടുത്ത് ചാടി ചെയ്യരുത്. അവരൊന്നും നീ കരുതുന്ന പോലെ അല്ല. അപ്പ കാണുന്നവർ അപ്പാന്ന് വിളിക്കുന്ന ആളുകളാ. കാര്യങ്ങൾ വളച്ചൊടിച്ച് നമുക്ക് നേരെ തിരിക്കാൻ പ്രത്യേക കഴിവാ അവർക്ക്. സേതുമ്മ പറയുമ്പോൾ അവൾ തലകുലുക്കി. അതവൾക്ക് മനസ്സിലായ കാര്യമാണല്ലോ. പിന്നെ മോള് കരുതുന്ന പോലെ അവർ സത്യത്തിൽ എന്താണ് ഏതാണെന്നൊക്കെ മുത്തശ്ശനടക്കം എല്ലാവർക്കും അറിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ കാലമായില്ലേ ഇങ്ങനെയൊക്കെ. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കൊന്നും ഇല്ലെന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല. മക്കൾ അമ്മയോടുള്ള സ്നേഹത്തിന് മുന്നിൽ അന്തരാണ്. അച്ഛൻ പിന്നെ അമ്മ എന്താണെങ്കിലും കുഴപ്പമെന്നുള്ള രീതിയാണ്. സേതുമ്മ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തുമ്പോൾ നന്ദുവും അത് ആലോചിച്ചു. ശരിയാണ്, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത പൊട്ടന്മാരൊന്നുമല്ല സൂര്യമംഗലത്തെ ആണുങ്ങൾ. പിന്നെ മുത്തശ്ശൻ അത് സേതുമ്മ പറഞ്ഞ പോലെ മുത്തശ്ശി എന്തായാലും വേണ്ടില്ല എന്നുള്ള പോലെയാണ്. അവർ തമ്മിൽ ഇരിക്കുന്നതോ സ്നേഹത്തോടോ മിണ്ടുന്നതോ ഒന്നും കണ്ടിട്ടില്ല. ഇനി കാണിക്കാത്തതാണെന്ന് അറിയില്ല. വൈകിട്ട് അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുമ്പോൾ പോലും മുത്തശ്ശൻ മാത്രം അത് ശ്രദ്ധിച്ചില്ല. മുത്തശ്ശിക്ക് വയ്യെന്ന് പറയുമ്പോൾ 3 ആൺമക്കളും അമ്മയെ പൊതിയുമ്പോൾ മുത്തശ്ശൻ അത് നോക്കിയിട്ട് പോലുമില്ല. നന്ദു ഓരോന്നൊക്കെ ആലോചിച്ച് കാട് കയറി. സേതുമ്മ തട്ടി പിടിച്ചപ്പോഴാണ് നന്ദു ചിന്തകൾ നിർത്തിയത്. എനിക്ക് സങ്കടമൊന്നുമില്ല, എനിക്കിതൊക്കെ ശീലാണ്. ഇതിപ്പോൾ അതിന് നീ ഒരു കാരണമായെന്ന് മാത്രം. അവർക്ക് ഇതല്ലെങ്കിൽ മറ്റൊന്ന്. സേതുമ്മക്ക് ഇവിടുന്ന് പൊക്കൂടെ? ചോദിക്കാതിരിക്കാനായില്ല അവൾക്ക്. സേതുമ്മ അവളെ ഞെട്ടിലോടെ നോക്കി. ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യമല്ല. വേറെ വീടെടുത്ത് നിങ്ങളുടെ ഫാമിലി മാത്രമായി പൊക്കൂടെ? നന്ദു പറഞ്ഞത് ഒന്നുകൂടെ തിരിഞ്ഞ് ചോദിക്കുമ്പോൾ സേതുമ്മ ഒന്ന് ചിരിച്ചു കൊടുത്തു. നീ എന്താ ഈ വീട്ടിൽ? സേതുമ്മ തിരിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ അവൾ മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. നിന്റെ ഭർത്താവ് ഈ വീട്ടിലായതുകൊണ്ട് നീയും ഈ വീട്ടിൽ അല്ലേ? അതുപോലെ തന്നെ ഞാനും. ആഗ്രഹമുണ്ട്. പക്ഷേ ദേത്തേട്ടൻ ഈ വീട്ടിൽ നിന്ന് മാറില്ല മോളെ. ദേത്തേട്ടൻ മാത്രമല്ല, അവർ മക്കൾ ആരും പോകില്ല. മരിക്കോളം മക്കളെല്ലാവരും അമ്മയുടെ കാൽച്ചുവട്ടിൽ വേണമെന്നുള്ള അവരുടെ ആഗ്രഹം മകൾ നിറവേറ്റി കൊടുക്കും. അത് പറയുമ്പോൾ സേതുമ്മയുടെ മുഖത്ത് ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ നന്ദു കണ്ടു. പക്ഷെ ഭദ്രേടൻ അങ്ങനെ ആയിരുന്നില്ല. ഈ വീട്ടിൽ നിന്ന് അവർ 3 പേരും മാത്രമായി മാറണമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു ആ ദുരന്തം. എല്ലാം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു. സേതുമ്മ പഴയ ഓർമ്മകളിൽ മുഴുകിയത് കൊണ്ടാകും കണ്ണുകൾ നിറഞ്ഞത്. നന്ദു പിന്നെ ഒന്നും മിണ്ടിയില്ല. ആ പടിയിൽ അവൾ കാൽമുട്ടിൽ താടി കുത്തിവെച്ച് അങ്ങനെ ഇരുന്നു. അതിനിടയിൽ സേതുമ്മ ദത്തൻ വിളിച്ചപ്പോൾ അകത്തേക്ക് പോയി. ഒരു കുടുംബമായ എന്തൊക്കെ നോക്കണം.
ഒരു കുടുംബമായ എന്തൊക്കെ നോക്കണം. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. പറ്റുന്നവരും ഉണ്ടാകും, കുറവായിരിക്കും. ഇതൊക്കെ ആലോചിച്ചിട്ടാ വിവാഹമേ വേണ്ടെന്ന് വെച്ച് ജീവിക്കാമെന്ന് കരുതിയത്. അപ്പോഴാ ആ ഭൂതനക്ക് കാശ് കൊണ്ട് ഓടാൻ തോന്നിയത്. എന്നിട്ട് അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായോ? അതുമില്ല. അവളും ആ തന്ത എവിടെ പോയോ എന്തോ. അല്ല, അവരെ മാത്രം പഴിചാരിയിട്ട് കാര്യമില്ല. എല്ലാം എൻ്റെ തെറ്റാണ്. ആ ക്ണാപ്പം പന്തലിരുന്ന് മോങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് അയവ് തോന്നാൻ പാടില്ലായിരുന്നു. അപ്പൊ എന്തായിരുന്നു? സ്വന്തം കുഞ്ഞിരുന്ന് കരയുന്ന പോലെ ആയിരുന്നില്ലേ ഹൃദയം. എന്നിട്ട് ഇപ്പോഴാ കുഞ്ഞ് എന്നെ മോങ്ങിക്കാൻ നോക്കുക. കൊരങ്ങൻ. എല്ലാത്തിനും ചേർത്ത് എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട്. നന്ദു ഓരോന്ന് മനസ്സിൽ പറഞ്ഞും ചിന്തിച്ചും ഇരിക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. നന്ദു തിരിഞ്ഞു നോക്കിയതും സഹോദരിമാരാണ്. അയ്യോ, ഇവിടെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ കരുതി നീ ഞങ്ങളെ പേടിച്ചിട്ട് വീട്ടിൽ പോയി കാണുമെന്ന്. വീട്ടിൽ പോയിട്ട് എന്താ ചേച്ചി, അവിടെ ആരാ? പാർവതിയുടെ ആ വാക്കുകൾ നന്ദക്ക് കൊണ്ടു. വീട്ടിൽ ആരാ? ആരുമില്ല. ഇനി അതിന് വീടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാത്തിരിക്കാനും വിളിക്കാനും വരാനും അന്വേഷിക്കാനും ആരുമില്ല. നന്ദക്ക് ആരുമില്ല. അവളുടെ ഉള്ളിൽ നന്ദ എന്ന പേര് വന്നതും ആ വിഷമത്തിനിടയിലും അവളുടെ ചുണ്ടുകൾ വിടർന്നു. അവൾക്ക് ആളുടെ ഉള്ളിൽ നിന്ന് ആരോ ഓർമ്മിപ്പിച്ച പോലെയായിരുന്നു. നന്ദ ആ ചിരിയോടെ തന്നെ അവിടുന്ന് എഴുന്നേറ്റു. എന്നാൽ മുന്നിലും അതിലുപോലെ നിൽക്കുന്ന രണ്ടെണ്ണത്തിനെ കണ്ടതും അവൾ അവളുടെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ അങ്ങ് പോകാതടി. നീ ഇവിടെ വന്നതിൽ പിന്നെ എപ്പോഴും ജയം നിനക്ക് തന്നെയായിരുന്നല്ലോ. എന്നാൽ ഇന്ന് ഞങ്ങൾ ജയിച്ചു. ആ ജയം നമുക്കൊന്ന് ആഘോഷിച്ചിട്ട് പോകാം. പാർവതി അവളുടെ അടുത്തേക്ക് വന്ന് ചിരിയോടെ പറയുമ്പോൾ നന്ദ അവരുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. ഇല്ല, പ്രതികരിക്കില്ല. പിടിച്ചു നിൽക്കും. നാവ് തരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പറയില്ല. ഇനി പ്രതികരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചീള് കേസുകൾ ഉണ്ടാവരുത്. അജീബിനോട് കാരണം പറഞ്ഞു കൊടുക്കുമ്പോൾ കൊല്ലാമായതില്ല അവൻ ചോദിക്കണം. അങ്ങനെ ചോദിക്കണമെങ്കിൽ ഇതിനൊക്കെ മൗനം പാലിക്കണം. നന്ദു ഒന്നും മിണ്ടാതെ അവരുടെ മുഖത്തേക്ക് നോക്കി. എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ. എന്താടി, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഉച്ചയ്ക്ക് പ്ലേറ്റ് എടുത്ത് കൊണ്ടുപോയി വെക്കാൻ നീ പറഞ്ഞിട്ട് ഞങ്ങൾ കേട്ടില്ലല്ലോ. ആ ദേഷ്യത്തിൽ നീ ചെയ്തത് ഞങ്ങൾ 8 മടക്കി നിനക്ക് തന്നെ തിരിച്ച് തന്നില്ലേ? പാർവതി വിജയചിരിയോടെ ചോദിക്കുമ്പോൾ നന്ദു കണ്ണുകൾ മുറുകെ അടച്ചു. ഈശ്വര, ഈ ചിരി കാണുമ്പോഴോ വാനചേച്ചി ആ പാപ്പടക്കോല എവിടെയാണോ വെച്ചത്? അത് കയ്യിലെടുത്ത് ചൂടാക്കി ഇവിടെ ഈ ഇളിഞ്ഞു നിൽക്കുന്ന ഒരു കവിളിലൂടെ കുത്തി മറ്റേ കവിളിലൂടെ പുറത്തേക്ക് എടുത്താലോ? ഡീ, സുന്ദരമായ ലോകത്ത് നിന്ന് നന്ദു പുറത്തേക്ക് വന്നത് പാർവതിയുടെ അലർക്കെടുക്കാണ്. എന്താടി, നിന്റെ മിണ്ടാട്ട മുട്ടിയോ? നിനക്ക് ഇഷ്ടപ്പെട്ട ആള് സേതമ്മയാണല്ലോ. നിന്റെ സേതമ്മയ്ക്ക് വേദനിച്ചാ നിനക്ക് വേദനിക്കും അല്ലേ? അതുകൊണ്ടാണല്ലോ നീ ഒന്ന് അടങ്ങി നിൽക്കുന്നത്. നീ ഇനി സൂക്ഷിച്ചോ. നിന്റെ ചൂണ്ടുവിരലെങ്ങാനും ഞങ്ങൾക്കെതിരെ പൊങ്ങിയ പൊന്നു മോളെ നന്ദിത അർജുനെ നീ കുറെ അനുഭവിക്കും. നന്ദുവിന് ആ വിളി ഇഷ്ടമായി. നന്ദിത അർജുൻ. നന്ദു മനസ്സിൽ ഒന്നുകൂടെ പറഞ്ഞു നോക്കി. എന്ത് പറഞ്ഞിട്ടും അവൾക്ക് കുലുക്കമൊന്നും ഇല്ലെന്ന് കണ്ടത് കൊണ്ടാകും രണ്ടെണ്ണവും അവളെ മൊത്തത്തിലൊന്ന് നോക്കി. അവൾ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ ഒച്ചയായിട്ട് 4 ആളെ അറിയിക്കണമെന്നൊക്കെ കരുതി വന്നതാണ്. അതിവ വെറുതെ ആയ പോലെ. പറഞ്ഞതൊക്കെ നീ ഓർത്ത് വെച്ചോ. ഞങ്ങളിനി കളിക്കാൻ പോകുക. കൂടുതൽ കളിക്കാൻ 2 ദിവസം കഴിഞ്ഞാൽ പുതിയൊരാളും വരും. അവിടെ നിന്റെ ഈ വേലയൊന്നും നടക്കില്ല. നടത്തിക്കില്ല ഞങ്ങൾ. പത്മാവതി ക്രൂരമായ ചിരിയോടെ പറയുമ്പോൾ നന്ദുവിന് നാവ് ചൊറിഞ്ഞു വന്നു. പക്ഷെ ഒന്നും വേണ്ടിയില്ല. പ്രതികരിക്കടി നന്ദുവെന്ന്, തല്ലിക്കൊല്ലടി നന്ദുവെന്ന് അവളോട് മറ്റുള്ളവർ പറയുന്ന ഒരു സാഹചര്യം അതിലേക്ക് അവൾ എത്തിക്കും. അന്നൊന്നും ഉയരാൻ പറ്റാത്ത വിധത്തിൽ തല്ലി താഴെയിടും. നന്ദു ഒന്നും മിണ്ടാതെ അവരെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും പത്മാവതിയും പാർവതിയും ചവിട്ടിക്കുലുക്കി തിരിഞ്ഞു നടന്നു. അവർ പോകുന്നത് നോക്കി നന്ദു പല്ലി കടിച്ചു. എൻ്റെ ദേവി, ക്ഷമ തരൂ. അവൾ നെറ്റിയിൽ കൈവച്ചു. ഇതുപോലെ എത്ര ദിവസം പിടിച്ചു നിൽക്കേണ്ടി വരുമോ? എത്രയും വേഗം അവർക്ക് എന്തെങ്കിലും കടുങ്കൈ ചെയ്യാൻ തോന്നിക്കണേ. നന്ദു ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദേവി കേട്ടു. പക്ഷെ അവൾ പ്രതികരിച്ചതിനേക്കാൾ എത്രയോ മുകളിലായെന്ന് അവൾ അറിഞ്ഞില്ല. നന്ദു മുകളിലേക്ക് തന്നെ കയറിപ്പോന്നു. എന്തോ താഴെ നിൽക്കാൻ അവൾക്ക് തോന്നിയില്ല. അത് തന്നെയാണ് കാരണം. മുറിയിലേക്ക് കയറി വന്നപ്പോൾ അജുവില്ല. അവൾ ഫോണ് കയ്യിലെടുത്തു. ഒന്ന് വിളിച്ച് സുഖവിവരം ചോദിക്കാൻ, ഇടയ്ക്കൊന്ന് വിളിച്ചു നോക്കാൻ പോലും ആരുമില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞ കണ്ണുകൾ നന്ദു വേഗം തുടച്ചു. ഇതുകൊണ്ടാണ് അധികവും ഒറ്റയ്ക്കിരിക്കാത്തത്. നന്ദു ഫോൺ ടേബിളിൽ വെച്ച് മിററിൽ മുന്നിൽ ചെന്ന് നിന്നു. അവൾ തോൽപ്പിച്ചുകൊണ്ട് ഒഴുകിയിറങ്ങുന്ന കണ്ണുകളെ കണ്ടപ്പോൾ അവൾ ദേഷ്യത്തിൽ അത് തുടച്ചു. പെട്ടെന്ന് കരുത്തുറ്റ കൈകൾ അവളുടെ അടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് അവളുടെ വയറ്റിൽ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി. എന്ത് പറ്റി? ആദ്യം അവളുടെ ഷോൾഡറിൽ താടി കുത്തി അവളുടെ ചെവിയിൽ സ്വകാര്യം പോലെ ചോദിച്ചു. അവൻ്റെ കണ്ണുകൾ മുന്നിലെ മിററിൽ കൂടി കാണുന്ന അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലായിരുന്നു. അമ്മയെ ഓർമ്മ വന്നു. അവളൊന്ന് തേങ്ങി. ആദ്യം ഒന്നും മിണ്ടാതെ അവളുടെ വാരിൽ ഒന്നുകൂടെ അമർത്തി പിടിച്ചുകൊണ്ട് അവൾ അവനിലേക്ക് അമർത്തി. നന്ദവനിലേക്ക് ചാരി നിന്ന് കണ്ണുകൾ അമർത്തി തുടച്ചു. കുറച്ചു നേരം രണ്ടുപേരും അങ്ങനെ നിന്നു. അവളുടെ തേങ്ങയിൽ നിന്നതും ആദ്യം അവളെ തിരിച്ചു നിർത്തി. നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഓർക്കേണ്ടതൊക്കെ കരുതും, പക്ഷെ പറ്റണില്ല. മനഃപൂർവ്വം മറന്നു കളയാൻ ശ്രമിക്കുമ്പോഴും അമ്മ ഒരു ഓർമ്മയായി മനസ്സിൽ വരുക.
പറയവേ വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അജു അവളുടെ കണ്ണുകൾ അമർത്തി തുടച്ച് ഒന്നും പറയാതെ അവളവനെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു. എൻ്റെ നന്ദയ്ക്ക് ഞാനുണ്ട്, വേറെ ആരും വേണ്ട, പോയവർ പോയി, അതജു വിഷമിക്കണ്ട. അതല്ലേ അവനും പറയാൻ പറ്റൂ. നന്ദ 2 കൈകൊണ്ടും അവനും മുറുകപ്പെടുന്നു. അജുവും അതുപോലെ അവളെ വരിഞ്ഞു മുറുക്കി. പിറ്റേ ദിവസം രാവിലെ നന്ദ കണ്ണു തുറന്നതും കണ്ടത് അവളെ വരിഞ്ഞു മുറുക്കി അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന അജുവിനെയാണ്. അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർത്തി വെച്ചിട്ടുണ്ട്. നന്ദ അവളുടെ സർവ്വശക്തിയും എടുത്ത് അവനെ തട്ടിമാറ്റി ബെഡിന്ന് എഴുന്നേറ്റു. അവൾ എണീറ്റതും അജു കമിഴ്ന്ന് കിടന്നു. അവനൊന്ന് നോക്കിക്കൊണ്ട് അവൾ ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി. താഴേക്ക് ചെല്ലുമ്പോൾ സേതം മാത്രം അടുക്കളയിലുണ്ട്. വനചേച്ചി വന്നില്ലേ സേതമ്മേ? അടുക്കളയിലേക്ക് കയറുമ്പോൾ നന്ദ ചോദിച്ചതും സേതം അവളെ തിരിഞ്ഞു നോക്കി. വൈകുന്നേരം വരുമായിരിക്കും, ഇന്ന് ജോലിക്ക് പോവേണ്ടേ, വേഗം കഴിച്ചു കഴിഞ്ഞ് റെഡിയായിക്കോ. സേതമ്മ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു. സമയം ഇനിയും ഇഷ്ടം പോലെയുണ്ട്, പിന്നെന്താ ഇപ്പം തന്നെ ഒരുങ്ങിയിട്ട്. അവളൊരു ചിരിയോടെ സേതുമയെ നോക്കി. ദോശ പരത്തുവാണ്. നന്ദവരുടെ അടുത്തേക്ക് വന്ന് അവിടെ കവിളിൽ അമർത്തി ഒന്ന് മുത്തി. സേതുമ്മ അവളൊന്ന് ചെരിഞ്ഞു നോക്കി. നന്ദവരെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. സേതുമ്മ ഒന്ന് ചിരിച്ചു. നന്ദ വേഗം സാമ്പാറും ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കി. അപ്പോഴേക്കും ഓരോരുത്തരായി എണീറ്റ് വന്നു. അവർക്കൊക്കെ ഓടിപ്പാഞ്ഞ് ചായയും കോഫിയും ഗ്രീൻ ടീയും ഒക്കെ കൊടുക്കുന്ന സേതുമ്മയോട് നന്ദവന് ദേഷ്യം തോന്നി. എത്ര പറഞ്ഞിട്ടും കാര്യമെന്ന് തോന്നിയത് കൊണ്ടാകും പാർവതിയുടെ കയ്യിലേക്ക് കോഫി വെച്ച് തിരിഞ്ഞു വരുന്ന സേതുമ്മയെ അവളൊന്ന് തുറച്ചു നോക്കിയത്. അവരെല്ലാം ഒപ്പം ചായ കുടിച്ചിരിക്കുമ്പോൾ നന്ദു അടുക്കള വൃത്തിയാക്കി മുകളിലേക്ക് പോയി. അവർക്കൊപ്പം ഇരിക്കാൻ വയ്യ, അതാണ് കാരണം. നന്ദ റൂമിലേക്ക് കയറി ബെഡിലേക്കൊന്ന് നോക്കി. അവനെപ്പോഴും നല്ല ഉറക്കത്തിലാണ്. നന്ദ ഷെൽഫിൽ നിന്നും ഒരു സാരി എടുത്ത് ജാക്കറ്റും പാവാടയ്ക്കുമായി ബാത്റൂമിൽ കയറി. അതിട്ട് വരുമ്പോൾ അജ് കണ്ണു തുറന്ന് മലർന്ന് കിടക്കുവാണ്. നന്ദ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു. ബെഡിൽ കിടക്കുന്നവനൊന്ന് നോക്കിക്കൊണ്ട് അവൾ 2 കൽപ്പിച്ച് പുറത്തേക്ക് വന്നു. ഒപ്പം കയ്യിലിട്ട് ടവലും മാറത്തിട്ടു. പഴയ ഓർമ്മയിൽ അങ്ങനെ ഇറങ്ങി വന്നതാണ് അവൾ. അവളുടെ അജുവായിരുന്നെങ്കിൽ ബെഡിൽ അങ്ങനെ കിടന്നുകൊണ്ട് അവൾ സാരി എടുക്കുന്നത് കൗതുകത്തോടെ നോക്കും. പക്ഷേ ഈ അജുവിൽ നിന്നും അവൾ കൂടുതൽ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷിച്ച സമയം തന്നെ അവൾ ബെഡിലേക്ക് വീണിരുന്നു. അവൾക്ക് മുകളിൽ കിടക്കുന്ന അജുവിനെ അവളൊന്ന് തുറച്ചു നോക്കി. പറഞ്ഞിരുന്നില്ല അവളായിട്ട് കിടന്നു തരില്ലേ? അല്ല പിന്നെ ഇതിപ്പോൾ എടുത്തിട്ട പോലെ അവൾക്ക് തോന്നി. എങ്ങോട്ടാ രാവിലെ കുളിച്ച് സുന്ദരിയായി സാരിയൊക്കെ ചുറ്റിയിട്ട്? അത് ശരി, ഇന്ന് മുതൽ എനിക്ക് ജോലിക്ക് പോകണം, പറഞ്ഞതല്ലേ? നന്ദവനൊന്ന് കൂർപ്പിച്ച് നോക്കി. അജൊന്ന് ചിരിച്ചുകൊണ്ട് അവളിൽ നിന്ന് മാറിക്കിടന്നു. നന്ദ ചെരിഞ്ഞു കിടന്ന് അവനെ നോക്കി. ഇനി ഞാൻ എണീക്കട്ടെ? അജൊന്ന് മൂളിയതും അവളൊന്ന് കൂർപ്പിച്ച് നോക്കി. ഇനി ഒന്നുമില്ലേ? ഇല്ല. അവളുടെ ചോദ്യത്തിൻ്റെ മറുപടി കൊടുക്കുമ്പോൾ അവനൊന്ന് ചിരി കടിച്ചു പിടിച്ചു. ഞാൻ പല്ല് തേച്ചിട്ടില്ല, അതുകൊണ്ടാ ഫ്രഷായി വരട്ടെ. ഏതിന് നിനക്ക് എന്താണോ വേണ്ടത് അത് തരാം. അജ് ചിരിയോടെ പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. അവന് പോകുന്നത് നോക്കി അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് സാരി എടുത്ത് മുടിയൊക്കെ കെട്ടി കണ്ണൊക്കെ എഴുതി സുന്ദരിയാകുമ്പോഴാണ് അജ് കുളി കഴിഞ്ഞ് വന്നത്. ഒരു ടവൽ മാത്രമാണ് അവൻ്റെ വേഷം. തല തുറച്ച് ടവൽ അവിടെയിട്ട് അവൻ നന്ദുവിനെ നോക്കി. നീ സാരി എടുത്തോ? അവൾക്ക് അടുത്തേക്ക് വന്ന് അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് അജ് ചോദിക്കുമ്പോൾ അവൾ തല കുലുക്കി. കണ്ണിൽ കൺമഷി എഴുതി അജ് അവൾക്ക് അടുത്തേക്ക് വന്ന് അവളുടെ തോളിൽ കിടന്ന സാരി അടിച്ച് മാറ്റി. നന്ദവനെ ദേഷ്യത്തിൽ നോക്കി. എന്താ ഈ കാണിക്കണേ? ഞാൻ ഒരുങ്ങിയത് കണ്ടില്ലേ? എനിക്ക് പോകാൻ വൈകും. പിന്നെ ആ ഉണക്ക ബാങ്കിലേക്കല്ലേ, അല്ലാതെ കളക്ടർ ഓഫീസിലേക്കും നല്ലല്ലോ. അത് പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് സാരി മുഴുവനായും അഴിച്ചു മാറ്റി അവളെ ബെഡിലേക്ക് കിടത്തി. നന്ദവനെ തുറിച്ചു നോക്കി. ബാങ്ക് ആയാലും കളക്ടർ ഓഫീസ് ആയാലും ചെയ്യുന്നത് ജോലി തന്നെയല്ലേ. പെണ്ണും വിട്ടുകൊടുക്കാൻ പാവല്ല. അജൊന്നും മിണ്ടിയില്ല. ഇനിയിപ്പോൾ അടുത്തത് പറഞ്ഞ് തല്ലാവും. നല്ല മൂട് മാറ്റി കുരുക്ക് കൈ തരും. അജൊന്നും പറയാതെ അവളെ പിന്നൊന്നും പറയാൻ അനുവദിക്കാതെ അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ ചേക്കേറി കഴിഞ്ഞിരുന്നു.